നേരെ ഇത് പാമ്പിൻ്റെ വാലിലേക്ക് പോയി കയറി. പാമ്പ് നേരെ ആഞ്ഞങ്ങ് ചീറ്റി വന്നു. അവൾ കരഞ്ഞു കഴിഞ്ഞാൽ അവളുടെ തൊണ്ടയിൽ നമുക്ക് ഹോൾ ഇടേണ്ട വരും. ഹോളിട്ട് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അനീറ്റ ജോർജ്, ഞങ്ങൾ വയനാട് മാനന്തവാടിയിൽ ചേരുംകൊല്ലി ചുള്ളിയാനി ഇടവകയിൽ നിന്ന് വരുന്നു. ഒരു ഒക്ടോബർ മാസം, അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങളുടെ മോള് ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് 1 വയസ്സായിട്ടില്ല അന്ന്. ദിഹ എന്നാണ് അവളുടെ പേര്. അവൾ വൈകുന്നേരം നല്ല കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങി ഒരു രാത്രി ഒരു 2 മണി ആയപ്പോഴത്തേക്കും കുഞ്ഞ് വല്ലാണ്ട് കരഞ്ഞിട്ട് എണീറ്റ സമയത്ത് സാധാരണ ഞാൻ പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ പാല് കൊടുത്തു, എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ ഇച്ചാൻ എണീറ്റു. ഇച്ചാൻ എടുത്ത് നോക്കി, ഇച്ചാൻ എടുത്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അന്നേരം ഞങ്ങൾ പപ്പേനെയും മമ്മീനെയും പോയി വിളിച്ചു. അപ്പോൾ പപ്പ പെട്ടെന്ന് വന്നു. പപ്പ എടുത്തിട്ട് പറഞ്ഞു, എന്താ പറ്റിയേ, കൊച്ചെന്തെങ്കിലും സ്വപ്നം കണ്ട് ഞെട്ടിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല പപ്പേ, പെട്ടെന്ന് ഇവൾ കരയുന്ന കേട്ടിട്ടാണ് ഞാൻ എണീറ്റേന്ന് പറഞ്ഞു. അന്നേരം പപ്പ ഇവളെ തോളിലിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്, പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. കരച്ചിൽ നിർത്താണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരമൊക്കെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം മമ്മിയും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു വേണ്ട, ഇവളിപ്പോൾ ഈ കരഞ്ഞതിൻ്റെ ഏങ്ങലുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. കരച്ചിലിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക, കീ എന്നുള്ളൊരു സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. കരയുന്നതിൻ്റെ ഈ സൗണ്ടൊന്നും വരുന്നില്ല. കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങളിനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് മമ്മീൻ്റെ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ച് അവളുടെ തലയിൽ നെറ്റിയിൽ കുരിശ് വെച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അവൾ മയങ്ങി.